എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. എന്ത് സഹായം? അറിയാലോ, ശേഖരനാണ് നമ്മുടെ കമ്പനിയുടെ രണ്ടാമത്തെ പാർട്ട്ണർ. പൊതുവെ ബിസിനസ് കാര്യത്തിൽ അയാൾ ഇടപെടാറില്ല. പക്ഷേ 3 വർഷം മുമ്പ് ഞാൻ ഈ ഗാർഡന് വേണ്ടി സ്ഥലം വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ബിസിനസ് കാര്യമായി നടക്കുന്നില്ല എന്ന് അയാൾ ശങ്കിച്ചു. പക്ഷേ ഞാൻ വാശി പിടിച്ചു, ഗാർഡൻ പണിതു. ഇതുവരെ കാര്യമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ പ്രശ്നം പറഞ്ഞു തുടക്കി. പിന്നെ ഞാൻ മദ്യം കഴിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഏതായാലും കഴിഞ്ഞ മാസത്തെ അക്കൗണ്ട് ഞാൻ വിശാലിനെ ഏൽപ്പിക്കുകയാണ്. അധികം വൈകാതെ കണക്ക് ശേഖരൻ്റെ വീട്ടിലെത്തിക്കണം. ശേഖരൻ്റെ മകളെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, ശരി. ഞാൻ നാളെ ചെല്ലാം സാർ. ഇതിനൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ആ ഗാർഡനിൽ നിന്ന് കിട്ടുന്നത് ഒരു മാസം 1500 രൂപ. അതിന്റെ ഒരു മാസത്തെ ചെലവോ 30,000 രൂപ. ബെസ്റ്റ് വരവും ചെലവും. എന്താണ് മിസ്റ്റർ ഇത്? ഈ ഗാർഡന്റെ ഓഫീസാണ് ഇപ്പൊ ഹെഡ് ഓഫീസായിട്ട് ഉപയോഗിക്കുന്നേ. രാജേന്ദ്ര സാറ് പോലും ഫുൾ ടൈം അവിടെയാണ് ഉണ്ടാവുന്നത്. ഒരു ഗുണമില്ലാത്ത ആ ഗാർഡൻ വേസ്റ്റ് അല്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതിലും നല്ല. ആ 120 ഏക്കർ വിൽക്കാൻ പറയൂ നിന്റെ മുതലാളിയോട്. മേഡം, ഞാൻ വെറും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫ് മാത്രമാണ്. ഇങ്ങനൊരു കാര്യം മേഡം തന്നെ നേരിൽ പറയുന്നല്ലേ അതിന്റെ ഒരു ഭംഗി. ആ ഓഫീസിൽ ഫോൺ ബിൽ വളരെ കൂടുതലാണല്ലോ. അവിടെ സ്റ്റാഫ് എല്ലാം ഫോൺ പേഴ്സണലായി യൂസ് ചെയ്യുന്നോ? മേഡം, ഞാൻ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഓഫീസിലെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. എങ്കിൽ ഇതൊക്കെ അറിയുന്ന ഒരാളെ എന്റെ മുന്നിലേക്ക് പറഞ്ഞയച്ചാ പോരെ നിന്റെ മുതലാളിക്ക്? നീയൊക്കെ എന്തിനാ വന്നേ? അത് പിന്നെ ഫീൽഡിൽ പോകുന്ന തൊഴിലാളികളുടെ കാര്യം, അവർക്കിങ്ങനെ വാരിക്കോരി കമ്മീഷൻ കൊടുക്കണോ? അവർക്കൊക്കെ ഒരു സീലിംഗ് വെച്ച് കമ്മീഷൻ കൊടുത്താ പോരെ? അത് നിന്റെ മുതലാളിയോട് ഞാൻ കഴിഞ്ഞ മാസമേ പറഞ്ഞതാ. ഫീൽഡിൽ പോകുന്ന സ്റ്റാഫ് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നുണ്ടാ. നിങ്ങൾക്ക് ഈ ബാലൻസ് ഷീറ്റിന്റെ പ്രോഫിറ്റ് സൈഡിൽ എന്തെങ്കിലും കാണുന്നേ? ഓഹോ, വെറും ഒരു സ്റ്റാഫായ നീ ഇതിന്റെ ഓണറായ എന്നെ ബിസിനസ് പഠിപ്പിക്കുക? ബെസ്റ്റ്. സോറി മാഡം, ഞാനിപ്പോ ചെയ്യുന്ന എന്റെ ജോലിയുടെ ഭാഗമൊന്നുമല്ല. മേഡത്തെ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിക്കാൻ രാജേന്ദ്ര സാർ പറഞ്ഞു. ഞാനത് ചെയ്തു. ശരി ശരി, നീ പൊയ്ക്കോ. ബാക്കി ഞാൻ അച്ഛനോട് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ, എന്നിട്ട് ഒപ്പിടാം. ഓ ഓക്കെ. അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? MBAക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡറായ എന്നെ പഠിപ്പിക്കുക. അല്ല, ഇന്നലെ എന്താ ഫീൽഡിലേക്ക് വരാതിരുന്നേ? ഒന്നും പറയണ്ട എന്റെ രമ്യേ. ഇന്നലെ ഞാൻ ആ ശേഖരൻ സാറിന്റെ മകൾ ധന്യയെ കണ്ടിരുന്നുട്ടോ. എന്തൊരു അഹങ്കാരിയാന്നറിയോ? അവൾക്കൊക്കെ അഹങ്കരിച്ചൂടെ ചേട്ടാ? കോടിക്കണക്കിന് ആസ്തിയുള്ള പാർട്ടിയല്ലേ, അഹങ്കാരിയാകും. എന്നാലൊരു മിനിമം മൈനസ് ആ പെൺകുട്ടി കാണിച്ചൂടെ? നമ്മുടെ നാട്ടിലെ കോടീശ്വരന്മാർക്ക് എന്തുമാകാലോ. സത്യം പറഞ്ഞാൽ ജനിക്കുകയാണെങ്കിൽ ഒരു പണക്കാരന്റെ മകളോ മകനോ ആയിട്ട് ജനിക്കണം. അറ്റ്ലീസ്റ്റ് അവരുടെ വീട്ടിൽ ഒരു നായായി ജനിച്ചാൽ പോലും നമുക്ക് ഹാപ്പിയായി ജീവിക്കാം. പക്ഷേ എല്ലാ പണക്കാരും അങ്ങനെയല്ല കേട്ടോ. നല്ല മനസ്സുള്ളവരില്ലേ ഇപ്പൊ തന്നെ നമ്മുടെ രാജേന്ദ്ര സാറ്. അത് ശരിയാണ്. നോക്ക് ചേട്ടാ, നമുക്ക് എങ്ങനെയെങ്കിലും കുറെ പണം ഉണ്ടാക്കണം. എന്താ ഒരു വഴി? വല്ല ബാങ്കും പോയി കൊള്ളയടിക്കേണ്ടി വരും. അതല്ല, നോക്ക്, വീട്ടിലാകെ പ്രശ്നമാണ്. തീരെ അടച്ചുറപ്പില്ലാത്ത വീടാണ് എന്റേത്. ഒരു ചെറിയ വീടുണ്ടാക്കാൻ പോലും മിനിമം 10 ലക്ഷം വേണം. നിന്റെ ബ്രദറും സിസ്റ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? ചേട്ടൻ MA BEd എല്ലാം കഴിഞ്ഞതാ. അടുത്തുള്ള എയ്ഡഡ് സ്കൂളിൽ മാഷായി കിട്ടുവാൻ മിനിമം 25 ലക്ഷമാണ് കോഴ ചോദിക്കുന്നത്. പിന്നെ ഒരു ചേച്ചിയുണ്ട്, മാരീഡാണ്. ആ വീട്ടില് മൊത്തം പ്രശ്നമാണ്. പിന്നെയുള്ളതൊരു അനിയത്തിയാ, പഠിക്കുക. ഈ ജോലിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാ മൊത്തം വീട്ടുകാര്യങ്ങൾ നടക്കുന്നത്. നിന്റെ അച്ഛനുമൊക്കെ എന്ത് ചെയ്യുന്നു? എന്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. 2 വർഷം മുമ്പ് കൂലിപ്പണിക്കാരനായ അച്ഛനും മരിച്ചു. കഷ്ടം. എല്ലാം ശരിയാവും രമ്യേ. എന്ത് ശരിയാവാനാ ചേട്ടാ? ഞാൻ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതിനുള്ള ധൈര്യമില്ല. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ പണക്കാരിയാവും. ആ ഒരൊറ്റ പ്രതീക്ഷയില ഞാനിപ്പോ ജീവിക്കുന്നത്. ലോട്ടറി എടുത്ത് നോക്ക്, ചിലപ്പോ ലക്കുണ്ടെങ്കിൽ. നിങ്ങൾ ആ പാർക്കിന്റെ നിയറസ്റ്റ് ആയി നല്ല 2 വീട് കിട്ടിയ നീ ഒന്ന് നോക്കുവോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളെ കാടിൽ തന്നെ നല്ലൊരു വീടുണ്ട്. പിന്നെ ആ വീടിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും 2 രീതിയിലുള്ളതാണ്. അത് 2 വീട് ഉപയോഗിച്ചൂടെ? എന്നാലൊക്കെ. അതെ, ഇന്നലെ ഞാൻ പറഞ്ഞ ആ മെഗാ സീരിയലിന്റെ ഡയറക്ടർ വർഷത്തിൽ 250 ദിവസം വരെ അവരുടെ ഷൂട്ടിംഗ് ഉണ്ടാവും. എന്നാ പിന്നെ നമ്മുടെ പാർക്ക് ദിവസവും 15,000 രൂപയ്ക്ക് കൊടുത്തൂടെ? ഓ, നമുക്ക് നോക്കാം വിശാലേ. ഒരു 15,000 രൂപയ്ക്ക് ഫീസ് ചെയ്തോളൂ. ഓക്കെ. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കട്ടെ. എന്തെങ്കിലും അഡ്വാൻസ് തരാൻ പറയാലോ.